സപ്ലൈകോയിൽ കോടികളുടെ മോഷണം. മലപ്പുറം തിരൂർ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് 2.25 കോടിയുടെ സാധനങ്ങൾ കാണാതായി. കൊള്ളാം. സപ്ലൈകോയിൽ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് റേഷൻ വിതരണത്തിനെത്തിച്ച അരി ഉൾപ്പെടെ അടിച്ചുമാറ്റിയത്. ഡിപ്പോ മാനേജറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരൂർ കടുങ്ങാത്തുകുണ്ടിലെ സപ്ലൈകോ ഗോഡൌണിലാണ് വ്യാപക ക്രമക്കേട് കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ 269 റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യാനുള്ള മട്ട അരി, പുഴുക്കലരി എന്നീ ധാന്യങ്ങളാണ് കാണാതായത്. 2022-23 വർഷങ്ങളിലെ ഇന്റേണൽ ഓഡിറ്റിനിടയിലാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ ഏപ്രിലിൽ നടത്തിയ സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാ സീനിയർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമാണെന്ന് തെളിഞ്ഞു. തുടർന്ന് തിരൂർ ഡിപ്പോ മാനേജർ സാധനങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞ് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. റേഷൻ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഗോഡൌൺ ജീവനക്കാർക്കുള്ള പങ്ക് അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. 8 ജീവനക്കാരാണ് നിലവിൽ ഗോഡൌണിൽ ജോലി ചെയ്യുന്നത്. സംഭവത്തിൽ ഡിപ്പോയിലെ OAC ഉൾപ്പെടെ 8 ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തു. ഗോഡൌണിൽ നിന്നും ഒരു വർഷത്തിൽ ഏകദേശം 10,000-ഓളം ലോഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സംഭവം 2-3 വർഷം കൊണ്ട് നടന്ന തട്ടിപ്പാകുമെന്നാണ് നിഗമനം. ഈ കാലയളവിൽ പുറത്തേക്ക് പോയ ലോഡിനെ കുറിച്ചുള്ള അന്വേഷണത്തിലെ ക്രമക്കേട് കണ്ടെത്താനാകും. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജീവനക്കാരെ കൂടാതെ കരാറുകാരെയും കേന്ദ്രീകരിച്ചാകും അന്വേഷണം നടക്കുക. അതേസമയം കൈകാര്യ കിഴിവ് സംഭവിച്ചതാകുമെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം. 100 കിലോ ധാന്യത്തിൽ നിന്നും ശരാശരി 200 ഗ്രാമെങ്കിലും റേഷൻ കടയിൽ എത്തുന്നതിനു മുൻപായി നഷ്ടപ്പെടും. ഒരു വർഷം ഏകദേശം 14,000 ലോഡിൽ നിന്നും വലിയ ഒരു അളവിൽ തന്നെ ധാന്യം നഷ്ടപ്പെട്ടേക്കാം. ഇത് കണക്കിൽപ്പെടാറില്ലെന്നും ജീവനക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തിരൂർ സപ്ലൈകോ ഗോഡൌണിൽ നിന്നും ഏകദേശം 2.5 കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായി കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സപ്ലൈകോകളിൽ സാധനങ്ങളുടെ കുറവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിലയിൽ വലിയ അളവിലുള്ള മോഷണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംഭവവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ അധികൃതർ തന്നെ പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്താകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ. വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ ചേരുന്നു നമുക്കൊപ്പം. മുബഷിർ പി അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മുബഷിർ, ദാരിദ്ര്യത്തിനിടയിൽ മോഷണോ? എന്താ സംഭവിച്ചത്? ഇത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. 2.5 കോടിയുടെ ധാന്യങ്ങളാണ് സപ്ലൈകോയിൽ നിന്ന് അടിച്ചുമാറ്റിയത്. അടിച്ചുമാറ്റാൻ അവിടെ വല്ലതും ഉണ്ടോ എന്ന് നാട്ടുകാർ ചോദിക്കും. പക്ഷേ അങ്ങനെ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലുമാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നതാണ്. ഇത്രയുമായിട്ടും ആരും കണ്ടെത്താത്തത് എന്താണ്? ഏറ്റവും ഒടുവിൽ ഈ കണക്ക് വന്നപ്പോൾ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. ഒരുപാട് പേരുടെ പിന്തുണയോടുകൂടി അല്ലാതെ ഇങ്ങനെ ഇത്രയും വലിയ വ്യാപ്തിയിലൊരു മോഷണം നടക്കുമോ മുബഷിർ പി അക്ബർ? തീർച്ചയായും അരുൺകുമാർ, ഒരുപാട് പേരുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്രയധികം വലിയൊരു മോഷണം അവിടെ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസും മനസ്സിലാക്കുന്നത്. 2022-23 വർഷത്തെ ഓഡിറ്റ് നടത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ചത്. തുടർന്ന് സീനിയർ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഓഡിറ്റ് പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മോഷണം നടന്നതായി സ്ഥിരീകരിക്കുന്നു. സ്റ്റോക്ക് വെരിഫിക്കേഷനിലും ഇത് കൃത്യമായി സ്ഥിരീകരിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് തിരൂർ ഡിപ്പോ മാനേജർ ഇത്തരമൊരു പരാതി കൽപ്പകഞ്ചേരി പോലീസിൽ നൽകുന്നത്. 2.5 വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള അഴിമതി തിരൂർ കടുങ്ങാത്തുണ്ടിലെ സപ്ലൈകോ ഗോഡൌണിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ ഒരു പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയുള്ള ജീവനക്കാർക്കുൾപ്പെടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും ഈ ഒരു ഡിപ്പോ മാനേജർ കൽപ്പകഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. 2,78 ലക്ഷം രൂപയുടെ മലപ്പുറം ജില്ലയിലെ വിവിധ റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യാനുള്ള അരി, പുഴുക്കലരി, മട്ടരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങളാണ് മോഷണം പോയിരിക്കുന്നതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന 8 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് ഈ ഒരു ഡിപ്പോ മാനേജർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൽപ്പകഞ്ചേരി പോലീസ് ഒരു പരാതി ലഭിച്ച ഉടനെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഈ ഒരു സംഭവം അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ ആ ഒരു മേഖലയിലെത്തി പ്രാഥമിക പരിശോധനയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇക്കഴിഞ്ഞ 2 വർഷത്തെ പുറത്തോട്ട് പോയ 14,000-ഓളം ലോഡുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നതിനെ കുറിച്ച് കൃത്യമായൊരു വിവരം ലഭിക്കൂ എന്നുള്ളതാണ് പോലീസും ഈ ഒരു
ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കേവലം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായും ഉന്നതരുടെ അറിവോടുകൂടി തന്നെയാണോ ഈ ഒരു തരത്തിലുള്ള തട്ടിപ്പ് നടന്നത് എന്നൊരു ചോദ്യം മറുഭാഗത്ത് പ്രധാനമായും നിലനിൽക്കുന്നുണ്ട്. ഈ 8 ജീവനക്കാരെ കേന്ദ്രീകരിച്ച് മാത്രമല്ല അതുകൊണ്ട് അന്വേഷണം എന്നുള്ളതാണ്. ആ ഒരു മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന കരാറുകാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള 8 ജീവനക്കാരെയും മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം തന്നെയാണ് സപ്ലൈകോയും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കടുങ്ങാത്തുണ്ടിലെ ഗോഡൌണിനെ കേന്ദ്രീകരിച്ച് ആദ്യമായാണ് ഇത്രയധികം വലിയൊരു അഴിമതി ആരോപണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും സംസ്ഥാനത്തെ വിവിധ സപ്ലൈകോകളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയധികം വലിയ മോഷണം ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സപ്ലൈകോയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. റേഷൻ കടകളിലാണെങ്കിലും സപ്ലൈകോകളിലൊക്കെ തന്നെയാണെങ്കിലും. അപ്പോൾ മുബഷീർ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ഡിപ്പോയിൽ നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, പട്ടിണിയാണ് മനുഷ്യർക്ക്. സപ്ലൈകോ പോയ സാധനങ്ങൾ കാണാനില്ല. അതിനിടയ്ക്കാണ് ഗോഡൌണിൽ നിന്ന് 2.5 കോടിയുടെ ധാന്യങ്ങളൊക്കെ അടിച്ചു മാറ്റി എന്ന വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുബഷീർ പി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നോക്കൂ, എവിടെ നിന്നാണ് കാണാതായതെന്ന് ആലോചിച്ച് നോക്കിയാൽ മലപ്പുറം തിരൂര് സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് 2.25 കോടിയുടെ സാധനങ്ങളാണ് കാണാതായത്. റാക്കിൽ സാധനങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പരാതി പറയുന്നതിനിടയിൽ ചില ആളുകൾ ഇതിങ്ങനെ ഗോഡൌണിൽ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ്.